ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മൾ മില്ലറ്റ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ വാതോരാതെ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ റാഗി വെച്ചിട്ടുള്ളൊരു ദോശയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. സാധാരണയൊക്കെ ദോശയ്ക്ക് അരച്ചിടുന്ന പോലെ തന്നെ. ഞാനിവിടെ 1.5 കപ്പ് റാഗിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ആദ്യമേ ഒന്ന് നമ്മൾ കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം മാത്രം അത് നന്നായിട്ട് 1, 2, 3 തവണ കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് തന്നെ എന്താ പറയുക, ഒരു 1/2 കപ്പ് മിച്ചം, 3/4 കപ്പ് അടുപ്പിച്ച് മതി, ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ ചേർക്കാം കേട്ടോ. അത്രയും ഉഴുന്നുകൂടി കഴുകിയ റാഗിക്കകത്തേക്ക് ചേർത്ത് നമ്മൾ അതിനെ കുതിരാനായിട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, സാധാരണ ദോശയൊക്കെ ഇതായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉലുവ ചേർക്കും. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് കഴുകി അതിനെ കുതിരാനായിട്ട് വെക്കുകയാണ്. ഇപ്പോൾ രാവിലത്തേക്കാണെങ്കിൽ വൈകുന്നേരം അരച്ചിടുക, ഇപ്പോൾ വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ അരച്ചിടുക, ആ രീതിയിലിടുക കേട്ടോ. അപ്പം ഇതിപ്പം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് സെപ്പറേറ്റ് ഒന്നും അരക്കേണ്ട, ഇതെല്ലാം കൂടെ ഒരുമിച്ച് അരച്ച് വയ്ക്കുക. നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഒരു എന്താ പറയുക, നല്ല നമുക്ക് ഇഡലിക്കാണെങ്കിൽ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി വയ്ക്കുക. ദോശയ്ക്ക് അതിലേക്ക് കുറച്ച് വെള്ളമോടെ ചേർത്തിട്ട് ലൂസാക്കി എടുത്താൽ മതിയാവുമല്ലോ. അപ്പം ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 5-6 മണിക്കൂർ, സാധാരണ ദോശയ്ക്കൊക്കെ മാവ് പുളിക്കാൻ വയ്ക്കില്ലേ, അതുപോലെ വയ്ക്കുന്നു. അതിന് ശേഷം അത് നന്നായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ദോശയുടെ ഇഡലിയുടെയൊക്കെ മാവ് പോലെ തന്നെ ആയി കിട്ടും. കണ്ടോ, നല്ല തിക്കായിട്ടാണ് ഇത്. ഇഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പം ദോശയും ചുടുന്നുണ്ട്, ഞാൻ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ദോശയ്ക്കുള്ള മാവ് കുറച്ചിങ്ങ് മാറ്റിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് ലൂസാക്കി വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം ഇതുപോലെ ദോശ ഇട്ടെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാം, സോഫ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് സോഫ്റ്റ് ആയിട്ട് എടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചെയ്തെടുക്കുക. ഞാൻ ആദ്യത്തെ ഉണ്ടോ സോഫ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ എന്താ, അതിനെ കട്ടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നല്ലോണം ഫ്ലെയിം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ തയ്യാറാക്കി എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തേക്കുന്നത്. അടുത്തത് ക്രിസ്പിയാണ്. അപ്പം മില്ലറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഷുഗറും ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മില്ലറ്റിനെ സെർച്ച് ചെയ്യുന്നതും അത് വെച്ചിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനായിട്ട് നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യുക, ഹെൽത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇവിടെ ദോശ ചുട്ടെടുത്തതിന് ശേഷം എൻ്റെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി, കൂടെ ഞാൻ ഇഡ്ഡലിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന സാമ്പാറുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരിക്കൽ കൂടെ ഇടുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല കുറുകി നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സാമ്പാറും കുറച്ച് മുളക് ചട്നിയും കൂട്ടി നല്ല ടേസ്റ്റുള്ള ദോശ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാന്നല്ല, ഇത് നിത്യം എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പെട്ടെന്ന് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അധികം കഴിക്കാതെ തന്നെ നമ്മുടെ വയറ് നിറയുന്നതായിട്ട് നമുക്ക് അറിയാം. നമുക്കങ്ങനെ ഒരു ഫീല് കിട്ടും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്